ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കിയിടുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സാധാ അപ്പാണ്. അപ്പോൾ അങ്ങനെ വേഗത്തിൽ അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കൂടുതൽ നല്ല ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പല വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഞാനിത് അപ്പമൊക്കെ വേഗത്തിൽ അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പം ചൂടാൻ ഇങ്ങനെ ചട്ടിയിൽ എണ്ണ തേക്കാനായിട്ട് എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയാണ് ഉപയോഗിക്കൽ. അപ്പോൾ എനിക്കങ്ങനെ ആ ബ്രഷ് കൊണ്ടൊന്നും എന്താക്കുന്നത് അത്ര ശരിയാവില്ല കേട്ടോ. എണ്ണയൊന്നും ശരിക്കും ഇങ്ങോട്ട് ആയി കിട്ടൂല. അപ്പോൾ ഞാനിങ്ങനെ ഒരു കോട്ടൻ്റെ തുണി തന്നെയാണ് കേട്ടോ അപ്പം ചൂടാനായിട്ട് എടുക്കൽ. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പം അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് അപ്പത്തേക്ക് കറിയായിട്ട് തലേന്നത്തെ ബീഫ് കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം ചുട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചട്ടിയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ചട്ടി നല്ലൊരു സ്മൂത്തൊക്കെ ആയിട്ട് എണ്ണയൊക്കെ പിടിച്ചിട്ട് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബീഫ് കറി ഉണ്ട്. പിന്നെ തലേന്നത്തെ കുറച്ച് കറി ബാക്കി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കഴിച്ചാലാണ് നമ്മുടെ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഞാനിതാ കറിയായിട്ട് കടലക്കറിയും ബീഫ് കറിയൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം ചായ കുടിച്ച പാത്രങ്ങൾ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പണിയാണല്ലേ രാവിലത്തെ ഈ ചായ കുടി കഴിഞ്ഞിട്ടില്ല ആ പാത്രം കഴുകൽ. അത് നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് അടുപ്പും ഇതിനൊക്കെ വൃത്തിയാക്കിയിട്ടാലാണ് നമ്മുടെ പിന്നത്തെ പണിക്കൊക്കെ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ അതാ നമ്മുടെ അടുപ്പും ഇതുണ്ടൊക്കെ നന്നായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വലിയ അർജൻറ്റൊന്നുമില്ല, എന്നാലും ഞാൻ അടുപ്പും ഇതിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് അവിടേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് എല്ലായിടത്തും നന്നായിട്ട് തുടച്ചിട്ടിട്ട് ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ റൂമുകളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിത് ഹാളത്തെ ടേബിളിൽ നിറച്ച് പൊടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനിതാ ടേബിളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ജനലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനലിൽ കൂടെ ഒക്കെ നിറച്ച് പൊടി ഉണ്ടായി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകെ തുടക്കാനൊന്നും ചില സമയത്ത് നമുക്ക് ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഈ അടിഭാഗം ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹാളത്തെ ജനലൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുകയാണ്. അപ്പോൾ മിഷു എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷുവിന് പാലൊക്കെ കൊടുത്തിട്ട് ഓനങ്ങനെ രാവിലെ തന്നെ കഴിക്കുള്ളൂ. ഒന്ന് കുറച്ചങ്ങോട്ട് കളിച്ചാലാണ് ഓന് നല്ലോണം കഴിക്കൊള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗത ഈ സോഫയിൽ ഈ തുണിയൊന്ന് വിരിച്ചിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു ക്ലീനിങ് ഒക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ മനസ്സിൽ. ആ ഒരു രീതിയിലാണ് ഞാനിതൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹാളത്തതും കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഈ റൂമിലും തന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി വിരിച്ചിടുകയാണ്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗത അടിച്ച് വാരാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇതാ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദിലൊക്കെ ഉണ്ട്. അപ്പോൾ ദിലാണ് കേട്ടോ മുറ്റൊക്കെ അടിച്ച് വാരിയത്. അപ്പോൾ സ്കൂളില്ലാത്ത അന്നൊക്കെ ദിലാണ് കേട്ടോ മുറ്റൊക്കെ അടിച്ച് വാരൽ. അപ്പോൾ അങ്ങനെ ഞാനിത് എല്ലായിടത്തും ഇതാ നന്നായിട്ട് തന്നെ അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗത റൂമൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തുടച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് അടിച്ച് വാരിയിട്ടാൽ തന്നെ നമ്മുടെ വീട് നല്ലൊരു വൃത്തിയായിട്ട് നമുക്ക് തോന്നൂലേ. അപ്പോൾ ഏത് ചെറിയ വീടായാലും വലിയ വീടായാലും എല്ലാം അടുക്കി പൊറുക്കി വെച്ചിട്ടൊന്ന് അടിച്ച് വാരിയിട്ടാൽ തന്നെ വീട് നല്ലൊരു നീറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റൂലേ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിൽ വെച്ചാൽ ഒരു അരമണിക്കൂറിൽ തന്നെ നമ്മുടെ സാധാരണക്കാരായ ഇങ്ങനത്തെ വീടൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതോടൊപ്പം തന്നെ തുടക്കവും കൂടി ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. പക്ഷേ ഞാൻ ഇപ്പോൾ തുടച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ മിഷൂനൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൻ ഇത് കൂടെ ഒക്കെ എണ്ണ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടച്ചെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടിച്ചു വാരുന്നതിൻ്റെ ഒപ്പം തന്നെ തുടക്കം കൂടി ചെയ്താൽ നമ്മുടെ പണി പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ ഞാനിതാ ചോറിനുള്ള തീയൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തിരുമ്പാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വാഷിംഗ് മെഷീനും പിന്നെ കുറച്ച് കല്ലുമ്മലൊക്കെ ഉണ്ട് തിരുമ്പി എടുക്കൽ. അപ്പോൾ ഒന്ന് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കുട്ടീനെ നോക്കാനൊക്കെ ആളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മെഷീനിക്കുള്ളതൊക്കെ ഇട്ടിട്ട് പിന്നെ കല്ലുമ്മക്കുള്ളതൊക്കെ ഇങ്ങനെ വേറെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.